ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതന്ന് നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്കൊന്ന് കയറിയതാട്ടോ. വെണ്ടയൊക്കെ ഇങ്ങനെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒരു വിധമൊക്കെ ഉണങ്ങിപ്പോയി. നല്ല ചൂടാണല്ലോ, അപ്പോൾ നല്ല വെയിലും ചൂടുമാണല്ലോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഓലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് കൊടുത്തതാട്ടോ. തക്കാളിക്കൊക്കെ ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ട് തക്കാളിയൊക്കെ കണ്ടില്ലേ, നല്ല ഉണങ്ങിപ്പോയി. കുറച്ചും കായ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താക്കാനാ, നല്ല വെയിലല്ലേ, അപ്പോൾ വെയിൽ കാരണം ഒക്കെ ഉണങ്ങി പോവാണ് കേട്ടോ. നല്ല സങ്കടം ഉണ്ട് കാണുമ്പോൾ, കാരണം നിറച്ചും കായ ഉണ്ടായതായിരുന്നു കേട്ടോ. തക്കാളി നിറച്ചും ഉണ്ടായി. പക്ഷേ എന്താക്കാനാ, നല്ല വെയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാ നമ്മൾ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒക്കെ പറിക്കാനായിട്ടുണ്ട്. അതാണ് നോമ്പിന് നമുക്ക് അത്താഴത്തിന് മുളകിടാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ വെണ്ടയും വഴുതനയൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ ചാക്കിലൊക്കെ തക്കാളി ഇടുന്നു കേട്ടോ. ഒക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി ഉണങ്ങിപ്പോയിട്ട് അത് ആദ്യമോ ഇതാ വെണ്ട കട്ട് ചെയ്യാറ് കേട്ടോ. തക്കാളി തൈ ഞങ്ങൾ ഇതുപോലെ വെച്ചിട്ടാണത് പിന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. കണ്ടില്ല, നല്ലോണം ഉണങ്ങിപ്പോയി. അത് നിറച്ചും എന്താ പറയുക, പൂവും ഉണ്ടായിരുന്ന പോലത്തെ തക്കാളിയും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഉണങ്ങിപ്പോയി. പച്ചമുളക് ഇതിന് നിറച്ചുണ്ടായതൊക്കെ പറിച്ച് പോയതാട്ടോ. പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ കുറേ ഇവിടെ നിന്ന് പറിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കിന്ന് കിട്ടിയത് ഒരു കറിക്കുള്ളത് കിട്ടി കേട്ടോ. നല്ലോണം ഉണ്ടാവലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ വെയിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. ഇൻഷാ അല്ലാഹ് മഴയൊക്കെ പെയ്തിട്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ തന്നെ ഇനിയും ഉണ്ടാക്കണം. കുറേ നമ്മൾ ഇവിടെ നിന്ന് പറിച്ചോട്ടെ. തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, വെണ്ടയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.